കേന്ദ്ര ഇടക്കാല ബജറ്റ് ആണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, അതായത് 2022ഓടെ നവഭാരതം സൃഷ്ടിക്കുമെന്ന വാഗ്ദാനത്തോടെ തുടങ്ങിയ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ജനകീയ ബജറ്റാണോ അതോ സ്വന്തം ഖജനാവിലെ പൊള്ളയായ അവസ്ഥയുടെ പ്രതിഫലനമാണോ ബജറ്റിൽ നിഴലിച്ചു നിൽക്കുന്നത്? അജിംഷാദ്, ഏകദേശം 1.5 മണിക്കൂറിലേറെ നീണ്ട ബഡ്ജറ്റ് പ്രസംഗം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിൽ തന്നെയാണ് ഒതുങ്ങിയത്. അത് നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. കാരണം രാജ്യത്ത് ആദ്യമായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് പോലും വയ്ക്കാതെയാണ് ഇടക്കാല ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. ഇനി 4 മാസത്തിന് ശേഷം പുതിയ സർക്കാർ എന്തായാലും അധികാരത്തിലെത്തണം. സ്വാഭാവികമായും എക്കണോമിക് സർവേ 4 മാസത്തിന് ശേഷം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും പുതിയ സർക്കാർ അവരുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനിടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യവർഗ കുടുംബങ്ങളെ കയ്യിലെടുക്കാൻ അവരുടെ വ്യക്തിഗത സ്ലാബുകളിൽ ഇളവ് വരുത്തി എന്നതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ വർഷം നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിലാണ് ഇതിന് തൊട്ട് മുമ്പ് നികുതി സ്ലാബിൽ മാറ്റം വരുത്തി. അന്ന് 2 ലക്ഷമായിരുന്നു വരുമാന പരിധി. അത് 2.5 ലക്ഷമായി ഉയർത്തിക്കൊണ്ടാണ് നികുതി ഇളവ് നൽകിയത്. അതിനുശേഷമുള്ള ഒരു ബഡ്ജറ്റിൽ പോലും അങ്ങനെ നികുതി ഇളവ് നടത്താൻ അരുൺ ജെയ്റ്റ്ലി തയ്യാറായില്ല. കാരണം 1.5 ലക്ഷത്തിലേറെ ഇളവ് വരുത്തിയാൽ പോലും 5 ലക്ഷം കോടിയിലേറെ നഷ്ടം കേന്ദ്ര സർക്കാർ സഹിക്കേണ്ടി വരും. അത് സഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അത് നീക്കിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയെ അതെല്ലാം മാറ്റി പൂർണ്ണമായും 5 ലക്ഷം വരെയാണ് നികുതി സ്ലാബിൽ ഇളവ് വരുത്തിയിരിക്കുന്നത്. അത് കയ്യടിയോടുകൂടിയായിരിക്കും മധ്യവർഗവും എതിരേൽക്കുക. കാരണം വലിയൊരു നികുതി ലാഭം ഈ മധ്യവർഗ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ 6.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ പ്രോവിഡന്റ് ഫണ്ടുകളിൽ നിക്ഷേപമുണ്ടെങ്കിലോ മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമുണ്ടെങ്കിലോ പോലും നികുതി നൽകേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു നികുതി ഇളവ് കൂടി വരുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP 5 സംസ്ഥാനം പരാജയപ്പെട്ടത് കർഷക പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടായിരിക്കാം കർഷകരെ കയ്യിലെടുക്കാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ലക്ഷം ഹെക്ടർ വരെ ഉള്ളവർക്ക് 6000 രൂപ വർഷം തോറും നൽകും എന്നതാണ്. ഇത് 3 ഗഡുക്കളായി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മാസം 500 രൂപയാണ് ആ 2 ഹെക്ടർ കൈവശമുള്ള കർഷക കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസം. മറ്റും തൊഴിലില്ലായ്മ സംബന്ധിച്ചാണ്. കാരണം തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായി ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ അവകാശപ്പെട്ടത് സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയവയിലൂടെ ഒക്കെ തൊഴിൽ ദായകരായി ഇന്ത്യയിലെ യുവാക്കൾ മാറി എന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഏകദേശം ഇവർക്ക് മുദ്രാ യോജന പദ്ധതി വഴി 16 കോടിയോളം രൂപ ഇതുവരെ ലോൺ യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നും ബഡ്ജറ്റിൽ പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതികളുടെ പേരുകൾ തന്നെ ശ്രദ്ധിക്കുക. എല്ലാം പ്രധാനമന്ത്രി എന്ന് തുടങ്ങുന്ന രീതിയിലാണ് പ്രഖ്യാപനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പേരിലാണ് കർഷകർക്ക് ഇപ്പോൾ 6000 രൂപ വർഷം തോറും നൽകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിലും ഈ ഉത്തരേന്ത്യയിലെ സംസ്ഥാന നിയമസഭാ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ഈ ഗോക്കൾക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് നീക്കിയിരിപ്പ് ഇത് ആദ്യമായി കേന്ദ്ര സർക്കാർ ഈ പൊതു ബഡ്ജറ്റിലും കൊണ്ടുവന്നു എന്നതും ശ്രദ്ധേയമായി. അതായത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന പേരിൽ പശുക്കളുടെ സംരക്ഷണത്തിനായി 750 കോടി രൂപയാണ് ഈ കറണ്ട് സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ UP, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് കണ്ടുവന്നിരുന്നത്. അതിൽ നിന്ന് മാറി അത് ഒരു കേന്ദ്ര സർക്കാരിന്റെ പൊതു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെയാണ്. സ്വാഭാവികമായും ആ വർഗീയ രാഷ്ട്രീയം ഉണർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. മറ്റൊന്ന്, ഗ്രാറ്റുവിറ്റി ലിമിറ്റ് 10 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായി ഉയർത്തിയെന്നൊരു ശ്രദ്ധേയമായി. കൂടാതെ മെഗാ പെൻഷൻ പദ്ധതി 15000 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ നൽകും എന്നതാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ എന്ന പേരിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ഏകദേശം 10 കോടി ജനങ്ങളെ ഇതുവഴി ആകർഷിക്കാൻ കഴിയും എന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രഖ്യാപിച്ച മറ്റൊരു
10 കാഴ്ചപ്പാടുകൾ എന്ന പേരിൽ, പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ എന്ന പേരിലാണ് പീയൂഷ് ഗോയൽ 10 പദ്ധതികൾ അവതരിപ്പിച്ചു. ഒന്ന്, നെക്സ്റ്റ് ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവൺമെന്റ് എന്നുവരെ എത്തുന്ന 10 വിഷനുകൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിലെല്ലാം ശ്രദ്ധേയം 2030 വരെ എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഈ 2014 അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ 2019 പോകുമ്പോൾ പോലും ഇതുവരെ ലക്ഷ്യം കൈവരിച്ചില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ വിഷൻ എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2030 വരെ നീട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതുവരെയുള്ള ഭരണം നിലനിൽക്കുമെന്ന അമിത പ്രതീക്ഷ കൂടി ഇതിലുണ്ട് എന്നും കാണാം. പക്ഷെ എന്തായാലും സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പൊതു ബഡ്ജറ്റ് മാറി എന്ന് വേണം പറയാൻ. അജിംഷാദ്, അതിന് മുന്നായി മനീഷ് തിവാരി നേരത്തെ തന്നെ ഈ 5 ലക്ഷത്തിന്റെ ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുന്നത് അടക്കമുള്ളവയെ സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തതായി വാർത്തകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിരവധി പോയിന്റുകൾ അദ്ദേഹം ആ ചോർത്തിയതുമായി ബന്ധപ്പെട്ട തെളിവ് ആയിട്ടാണ് ട്വീറ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഈ പ്രഖ്യാപിക്കപ്പെട്ട ബജറ്റിനെ അത്തരത്തിൽ ലീക്കായി എന്ന തരത്തിലേക്ക് ഉള്ള യുക്തി എന്തൊക്കെയാണ്? അല്ല, ശ്രീ സന്തോഷ് സർലിംഗ്. അത് 11 മണിക്ക് അജിംഷാദ് 11 മണിക്ക് പീയൂഷ് ഗോയൽ പാർലമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കോൺഗ്രസ് വക്താവായ മനീഷ് തിവാരി ഒരു 4 പേജ് ഹിന്ദിയിൽ എഴുതുന്ന 4 പേജുകൾ ട്വിറ്ററിലൂടെ പ്രചരിപ്പിച്ചത്. ഇത് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ധനമന്ത്രാലയത്തിൽ നിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ബഡ്ജറ്റ് വിവരങ്ങൾ എന്ന പേരിൽ അയച്ചു നൽകുന്നു എന്നറിയിച്ചുകൊണ്ടാണ് മനീഷ് തിവാരി അത് ട്വീറ്റ് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 5 ലക്ഷം വരെ വരുമാനമുള്ളവരുടെ നികുതി ഇളവ് ഉണ്ടാകും എന്നതാണ്. അതെന്തായാലും ഈ ബഡ്ജറ്റിലും ഉൾപ്പെടുത്തി എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയെങ്കിൽ മനീഷ് തിവാരിയും കോൺഗ്രസും പറയുന്നത് പോലെ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം 11 പോയിന്റുകളാണ് ഈ ചോർന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചതിൽ ഒന്നാമത്തത് ഈ കർഷകരുടെ 2 ലക്ഷം വരെ വരുന്ന കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്നാണ്. അതെന്തായാലും പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല. പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവ് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഈ മനീഷ് തിവാരി അറിയിച്ചിരുന്നു. അത് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. പൊതു ബഡ്ജറ്റിലും പീയൂഷ് ഗോയൽ അത് ആവർത്തിച്ചു. ഹെൽത്ത് സെക്ടറിന് 53,000 കോടി രൂപ നൽകും എന്ന് പറഞ്ഞിരുന്നതും അത് ഏതാണ്ട് ശരിയായിരിക്കുന്നു. കാരണം ഏകദേശം 60,000 കോടിയോളം രൂപ ഇപ്പോൾ ഈ പൊതു ബഡ്ജറ്റിൽ മനീഷ് തിവാരി പറഞ്ഞതുപോലെ പീയൂഷ് ഗോയൽ വകയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഹോം ലോണുകളുടെ പരിധി ഉയർത്തുമെന്നതാണ്. അത് ഈ കറണ്ട് വർഷം തന്നെ മാറ്റിക്കൊണ്ട് തന്നെ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു 7ഓളം വരുന്ന പോയിന്റുകൾ നേരത്തെ പറഞ്ഞതു പ്രകാരം തന്നെ ഈ പൊതു ബഡ്ജറ്റിലും ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മനീഷ് തിവാരിയും കോൺഗ്രസും അവകാശപ്പെടുന്നത് പോലെ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 1:15 പീയൂഷ് ഗോയൽ ധനമന്ത്രി മീഡിയ സെന്ററിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതിന് അദ്ദേഹം ഉത്തരം പറയും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായും സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേന്ദ്ര ബജറ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഈ കേന്ദ്ര ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിജയമാണോ? ഏതൊക്കെ തരത്തിലുള്ള പരാജയങ്ങളാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനാകുന്നത്? മൊത്തത്തിൽ ഈ ബജറ്റിനെ ഒന്ന് വിലയിരുത്തൂ. മൊത്തത്തിൽ വിലയിരുത്തുക, അതെ, തീർച്ചയായിട്ടും ഇതൊരു വെറും പോപ്പുലിസ്റ്റ് എക്സസൈസ് ആണ്. അതായത് എങ്ങനെ വോട്ട് ബാങ്കിലേക്ക് ജനങ്ങളെ ആകർഷിക്കാം എന്ന് മാത്രം മുൻപിൽ കണ്ടുകൊണ്ട്, അതായത് ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ഒരു ചിന്തയോ ഒന്നും തന്നെ ഈ ബജറ്റിന്റെ പുറകിലില്ല. യാതൊരു സ്വാധീന ശക്തിയുമില്ല ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട. ഈ അടുത്ത ഇലക്ഷനിൽ, ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഇലക്ഷനിൽ എങ്ങനെ ഈ വോട്ട് ബാങ്ക് തങ്ങൾക്ക് ഫേവറബിൾ ആക്കാം, വീണ്ടും ഭരണത്തിൽ വരാം എന്ന് മാത്രം. അഥവാ ഈ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നിരിക്കട്ടെ, വന്നാൽ തന്നെ ഈ പറയപ്പെട്ടതൊന്നും നടപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു 2 ആഴ്ച മുൻപ് തന്നെയാണ് ഡയറക്റ്റ് ടാക്സസിന്റെ ചെയർമാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് 16.5% വർധനവ് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ, പ്രത്യക്ഷ നികുതി ദായകരുടെ എണ്ണത്തിൽ ഉള്ളതാണ്, വരുമാനത്തിലല്ല. അങ്ങനെ പ്രത്യക്ഷ നികുതി ദായകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ഡിമോണിറ്റൈസേഷൻ, അതായത് അവനവന്റെ ഇൻകം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ആധാർ പോലെയുള്ള
ഐഡന്റിഫിക്കേഷൻ പിന്നെ പ്രൊസീജിയറും കൂടി കൂട്ടിച്ചേർത്തതോടുകൂടി കള്ളപ്പണമായി സൂക്ഷിക്കാനുള്ള സൗകര്യം കുറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരക്കാര് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇതൊരു ഡിമോണിറ്റൈസേഷന്റെ ഒരു പ്രസക്തമായ പ്രയോജനമാണ് ഈ പ്രത്യക്ഷ നികുതിദായകരുടെ എണ്ണത്തിലുണ്ടായ വർധനവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പം അത് ശരിയാണെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ആ വർധനവിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് കാണിക്കുന്ന തരത്തിലാണ് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് ആദായ നികുതിയിൽ, അതായത് പ്രത്യക്ഷ നികുതിയിൽ പലതരത്തിലുള്ള എക്സംഷൻസ്, നമുക്കറിയാം 1, 2, 3 എണ്ണി പറയത്തക്ക രീതിയിലുള്ള എക്സംഷൻസ് ആണ് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സംഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രത്യക്ഷ നികുതിദായകരുടെ എണ്ണത്തിൽ വർധന? പിന്നെ ഞാൻ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 10, അതായത് ഫിഷറീസ് വകുപ്പുമായിട്ട് CRZ സോൺ, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് ഏറ്റവും അവസാനം മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന് പാർലമെന്റിൽ വിജയിപ്പിച്ച ഒരു ബില്ലാണ് CRZ. അത് വിജയിക്കാൻ കാരണം അത് പ്രോ കോർപ്പറേറ്റ് ആണ്. അതായത് കോർപ്പറേറ്റ് സെക്ടറിൽ എന്താണ് പറയുക, ടൂറിസം വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയുള്ള ബില്ലായിരുന്നു. അതേ സമയത്ത് അത് ഫിഷറീസിന് വേണ്ടി, ഫിഷർമെൻ ഫോക്കിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷെ അതിന്റെ കഥ 2014 തന്നെ ഒരു നായക് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരണമെന്ന്. ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് CRZ ബില്ല് കൊണ്ടുവന്നത്, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ബില്ല് കൊണ്ടുവന്നത്. ബില്ല് ഇപ്പോഴാണ് കൊണ്ടുവന്നതെങ്കിൽ 2016 ശൈലേഷ് നായക് കമ്മിറ്റി, ആ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഫിഷറീസ് വകുപ്പ്, ഈ ഫിഷർമെൻ ഫോക്ക്, ഇന്ത്യയിലെ ഫിഷർമെൻ ഫോക്ക് മുഴുവനും ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ് ആയിരുന്നു, ഞങ്ങൾക്കൊരു ഫിഷറീസ് വകുപ്പ് വേണം എന്ന റിക്വസ്റ്റ്. അന്ന് ശൈലേഷ് നായക് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് ഫിഷർമെൻ ഫോക്കിന് എഗൻസ്റ്റ് ആണ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വകുപ്പ്, ഒരു മന്ത്രിതല വകുപ്പ് തന്നെ കേന്ദ്രത്തിൽ ഉണ്ടാകണം. അതാണ് ഇപ്പോൾ ഇവിടെ ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാല് എന്താണ്, ഈ ഫിഷർമെൻ ഫോക്കിന്റെ വോട്ട് അതിലാണ് കണ്ണു നട്ടിരിക്കുന്നത്. അതായത് 7300ഓളം കിലോമീറ്റർ കടൽ തീരമുള്ള ഇന്ത്യ, ആ ഇന്ത്യയിൽ അങ്ങനെ നീണ്ട് ധാരാളം ഫിഷർമെൻ ഫോക്കുണ്ട്. അവരെ നമുക്ക് സംരക്ഷിക്കണം. ഈ CRZ ലോണിന്റെ കാര്യം, നിയമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ നിയമം എങ്ങനെയാണ് ഇവരെ ദ്രോഹിക്കുന്നത്? അതായത് ഇവരെ എന്ന് പറഞ്ഞാൽ ഫിഷർമെൻ ഫോക്കിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ നോക്കണം. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമ്മുടെ സമയം ഇല്ല. ഓക്കെ, അതായത് മാഡത്തിലേക്ക് എത്താം. ഈ പ്രധാന സംഭവവികാസങ്ങളിലേക്ക് പോയതിനു ശേഷം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങളുമായി മോദിയുടെ അവസാന ബജറ്റ്. പഴയ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനമായിരുന്നു ബജറ്റ്. കള്ളപ്പണക്കാർക്കെതിരെ നടപടി തുടരുമെന്നും അഴിമതിരഹിത സർക്കാരാണെന്നും അവകാശവാദം. അതേസമയം ധനക്കമ്മി കുറയ്ക്കാനായില്ലെന്ന് പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കുന്നു. GST വരുമാനം 1 ലക്ഷം കോടിയായി. ആദായ നികുതി പരിധി 5 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു. ശ്രീമതി മേരി ജോർജ്, പുരുഷോത്തമൻ BJP നേതാവ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ഈ ഘട്ടത്തിലുള്ളത്. മേരി ജോർജിലേക്ക് എത്തുന്നതിന് മുമ്പ് പുരുഷോത്തമനിലേക്ക്. ശ്രീ പുരുഷോത്തമൻ, അതായത് നാട്, രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനോ അതിനെ ശാസ്ത്രീയമായി ആ പ്രതിസന്ധികളെ മറികടക്കാനോ ഉതകുന്ന ഒരു ബജറ്റ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ ശ്രീ പുരുഷോത്തമൻ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ശ്രീ പുരുഷോത്തമൻ, തികച്ചും ജനങ്ങൾക്കായുള്ള, ഹലോ, തുടർന്നോളൂ. തികച്ചും ജനോപകാരപ്രദമായ ഒരു ബജറ്റാണ് പീയൂഷ് ഗോയൽ ഇന്ന് അവതരിപ്പിച്ചത്. അല്ലാതെ ഇലക്ഷന് ഒരു വിജയിക്കാൻ വേണ്ടി മാത്രം ആണെന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ വാക്കുകൾ വിലക്കെടുക്കേണ്ട കാര്യമില്ല. തികച്ചും പല കാര്യങ്ങളിലും
ഇപ്പൊ ഈ ദയവായി അതിന്റെ യുക്തി കൂടി പറയാം. 2 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പ് തന്നെ. ഹലോ, താങ്കൾക്ക് പറയാനുള്ള കാരണങ്ങളുടെ യുക്തി, അത് സംസ്ഥാപിക്കാനുള്ള താങ്കളുടെ പോയിന്റുകൾ കൂടി പറയണം. എങ്ങനെയാണ് ഈ ബജറ്റ് ജനകീയമാകുന്നതെന്ന്? ജനകീയ ബജറ്റാണല്ലോ. ബജറ്റ് നമ്മളെല്ലാവരും കേട്ടതല്ലേ, നമ്മളെല്ലാവരും അവതരിപ്പിച്ച് കേട്ടതല്ലേ. ഇനി ബജറ്റിന്റെ ആദ്യാവസാനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഒരു ചെറിയ ഉദാഹരണം ബജറ്റാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ മുമ്പോട്ട് വെക്കാം. അതായത് നോട്ട് നിരോധനം വഴി 99% പണവും തിരിച്ചെത്തിയ നിലയ്ക്ക് അത് അച്ചടിക്കാൻ, പുതിയ പണം അച്ചടിക്കാൻ പോലുമുള്ള പണം കിട്ടാതെ രാജ്യം വലയുന്ന ഒരു ഘട്ടമാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ ഈ നോട്ട് നിരോധനത്തിന്റെ ഏക ഗുണം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്, കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്, അതിൽ നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടാനായി, അവരുടെ ശതമാനം വർദ്ധിപ്പിക്കാനായി എന്നതാണ്. അങ്ങനെയാണ് ശ്രീമതി മേരി ജോർജ് ഒക്കെ അത് കൃത്യമായി നിരീക്ഷിച്ചു. 16 പ്രത്യക്ഷ നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത്, 16% ഉയർന്നു എന്നുള്ളത്. ഇതൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലഭിച്ച നികുതിദായകരിൽ നിന്ന് കൃത്യമായി രാജ്യത്തിന് വേണ്ട നികുതി അവരിൽ നിന്ന് ലൂട്ടിയ മീൻസ് അവരിൽ നിന്ന് പിരിച്ചെടുക്കാനായിട്ടുണ്ടോ? അങ്ങനെ ആകുന്നു എങ്കിൽ എങ്ങനെയാണ് 2.5 ലക്ഷത്തിൽ നിന്ന് 5% ഉയർത്തുന്നത്? മൊത്തം ഗിമ്മിക്ക്. പറയൂ പുരുഷോത്തമൻ. ഇതൊരു ഗിമ്മിക്കുമല്ല. പിടിച്ചെടുക്കാനാവുന്ന 4.5 വർഷം കൊണ്ട് പിടിച്ചെടുക്കാനാവുന്ന നികുതി പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അത് ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതിനും പറഞ്ഞു നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അടുത്ത സാമ്പത്തിക വർഷത്തിലുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ശ്രീ പുരുഷോത്തമൻ, അതായത് ഈ നോട്ട് നിരോധനം കൊണ്ട് രാജ്യത്ത് എത്ര പേർ മരിച്ചു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഏക പ്രയോജനമായി പറഞ്ഞത് കള്ളപ്പണക്കാരെ ഇല്ലാതാക്കാനും കൂടുതൽ നികുതിദായകരെ രാജ്യത്തിന് സൃഷ്ടിക്കാനുമായി എന്നതാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട നികുതിദായകരെ കൊണ്ട് നികുതി ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് നേട്ടം? അതാണ് ചോദിക്കുന്നത്. 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ആദായ നികുതി അടക്കം ഉയർത്തി. പിന്നെന്തിനാണ് ഇവരെ കൂട്ടിയത്? ഇതാണ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്ന ലോജിക്. അതിന് മറുപടി പറയൂ ബിജെപിയുടെ. അല്ല, ഈ മരണത്തെക്കുറിച്ച് എത്ര മരണം, നോട്ട് നിരോധനം വന്നതിന് ശേഷം എത്ര മരണം നടന്നുള്ള ഈ സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുണ്ടോ? അല്ല, മരണം വിടട്ടെ, എത്ര മരണം നടന്നു എന്നുള്ളത് ഈ ബജറ്റിലേക്ക് ബജറ്റിലേക്ക് എത്താം. ബജറ്റിനെ കുറിച്ച് പറയാം. അതായത് ഈ ഇത്രയും ലക്ഷം 16% വരുന്ന നികുതിദായകരെ വർദ്ധിപ്പിക്കാനായി എന്ന് പറയുമ്പോൾ ആ നികുതി രാജ്യത്തിന് ഗുണപരമാകുന്ന എന്ത് നിർദ്ദേശമാണ് ഈ ബജറ്റിലുള്ളത് എന്ന് മാത്രമല്ല, ഈ ബജറ്റ് മുമ്പോട്ട് വെക്കുന്നത് നികുതിദായകരെ കൂട്ടിയെങ്കിലും അവരിൽ നിന്ന് നികുതി രാജ്യത്തിന് ലഭിക്കാത്ത ഒരു സംസ്ഥാപനം ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പറയൂ. 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ആദായ നികുതിയുടെ പരിധി ഉയർത്തുമ്പോൾ എത്രത്തോളം സമ്പന്നരാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട നികുതിയിൽ നിന്ന് ഒഴിവായി പോകുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ 16% നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? അതാണ് ഞാൻ ഗിമ്മിക്ക് എന്ന് പറഞ്ഞത്. എതിർവാദമുണ്ടെങ്കിൽ നിരത്താം. നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചു, അതുകൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ നികുതിദായകർ നികുതി ആദിച്ച ഇതുകൊണ്ട് യാതൊരു ബന്ധമില്ല. തീർച്ചയായും സാമ്പത്തിക വിദഗ്ധർ ഈ താങ്കൾ പറയുന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ശ്രീമതി മേരി ജോർജ് ഞാനതല്ല ആദ്യം പറഞ്ഞത്. അതായത് മിസ്റ്റർ പുരുഷോത്തമൻ പറയുന്നത് പോലെ ഇത് തമ്മിൽ ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.4% ഉയർന്നു എന്ന് പീയൂഷ് ഗോയൽ കരയേണ്ടി വന്നത്? അതായത് നമ്മൾ നികുതി പിരിച്ചെടുക്കുന്നത് റവന്യൂ ചെലവുകൾ വഹിക്കാനാണ് ആദ്യമായി. അത് കഴിഞ്ഞ് മൂലധനത്തിലേക്ക് പോകാം. അപ്പൊ റവന്യൂ ചെലവുകൾ വഹിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു, അഥവാ നിവൃത്തി ഉണ്ട് എന്ന് വെച്ചോളൂ. എങ്കിൽ തന്നെയും മറ്റു മൂലധന ചെലവുകൾക്ക് പണമില്ല. അതുകൊണ്ടാണ് കടമെടുക്കേണ്ടി വന്നത്. കടമെടുക്കേണ്ടി വന്നത് കൊണ്ടാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.4% ഉയർന്നത്.
അത് ഉയർന്നു നിൽക്കുന്നു എന്ന് വെച്ചാൽ പണമില്ലാതെ ഗവൺമെന്റ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു, പദ്ധതികൾ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോഴാണ് ഈ നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഡിമോണിറ്റൈസേഷൻ കൊണ്ട് 16% നികുതിദായകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അവരെക്കാൾ കൂടുതൽ നികുതിയിൽ നിന്ന് ഇളവ് ചെയ്ത്, അതായത് ഇൻകം ടാക്സ് റേറ്റ് 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ആക്കിയതോടുകൂടി ഈ 16% അല്ല, അതിനേക്കാൾ കൂടുതൽ പുറത്തു പോയിരിക്കുന്നു, നികുതി വലയുടെ പുറത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ നികുതി സമാഹരണം, പ്രത്യക്ഷ നികുതി സമാഹരണം നടക്കില്ല, അത് കുറഞ്ഞു പോകും. അടുത്ത വർഷം നിന്നാണ് ഈ കടമെടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കടമെടുത്തത് വിവിധ ഏജൻസികളിൽ നിന്ന്, അതായത് ഈ രാജ്യത്തിനകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയായിട്ട് കടമെടുക്കാൻ ബോണ്ടുകൾ അടിച്ചിറക്കി. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് വഴി തന്നെ രാജ്യത്തിന് പുറത്തുനിന്ന് കടമെടുക്കാം. ഏതായാലും റിസർവ് ബാങ്ക് വഴിയേ കടമെടുക്കാൻ പറ്റൂ. പക്ഷേ റിസർവ് ബാങ്കിനെ മുട്ടുകുത്തിക്കുന്ന മോദി ഗവൺമെന്റിന് ഏത് തരം വായ്പയും റിസർവ് ബാങ്ക് വഴിയായി റിസർവ് ബാങ്കിന്റെ പെർമിഷനോട് കൂടി അല്ലെങ്കിൽ റിസർവ് ബാങ്ക് തന്നെ എടുത്തു കൊടുക്കും. അങ്ങനെ എടുത്ത വായ്പയുടെ ഫലമാണ് 3.4% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയർന്നു നിൽക്കുന്നു എന്ന് മോദി തന്നെ പറയേണ്ടി വന്നത്. അങ്ങനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിൽക്കുന്നു എന്ന് വെച്ചാൽ പിന്നെ എന്തിനാ? അതായത് ഏത് ധനം കടമെടുത്താലും അത് ഇവിടുത്തെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എങ്കിൽ ഓക്കെ. പക്ഷേ സംസ്ഥാനത്ത് രാജ്യത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കേണ്ട നികുതി വരുമാനം പിരിച്ചെടുക്കാതെ, പ്രത്യക്ഷ നികുതി ആകട്ടെ പരോക്ഷ നികുതി ആകട്ടെ, പിരിച്ചെടുക്കാതെ കടമെടുക്കാൻ പോകണ്ടല്ലോ. അത് യുക്തിസഹമല്ലല്ലോ പിരിച്ചെടുക്കാതെ കടമെടുക്കാൻ പോകുന്നത്. അതാണ് എന്റെ ചോദ്യം. അതാണ് ശ്രീ പുരുഷോത്തമൻ, അതിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? ശരി, അതെ അതെ. ഡി പ്രശാന്തിലേക്ക്. ശ്രീ പ്രശാന്ത്, അതായത് ഈ ബജറ്റ് ഒരു പക്ഷേ അതിലേക്ക് താങ്കൾക്ക് എത്താം. അതായത് ഈ ബജറ്റ് ഇപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കേരള സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. രണ്ട് ഖജനാവ്, 2 സ്രോതസ്സാണ്, ഒരിക്കലും താരതമ്യം ചെയ്യാനാകില്ല. കടലും കടലാടിയും പോലെയാണ്. പക്ഷേ ഒരു ബജറ്റ് മുമ്പോട്ട് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി കൃത്യമായി ആ സാമ്പത്തിക അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇന്നലെയും ഇന്നുമാണല്ലോ ഈ കമ്പാരിസൺ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സാങ്കേതികത എന്നതിനപ്പുറത്തേക്ക് അത് അറിയേണ്ടതുണ്ടല്ലോ. തീർച്ചയായും നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് ഈ സംസ്ഥാന ബജറ്റിന്റെയും ഇന്നത്തെ കേന്ദ്ര ബജറ്റിന്റെയും സ്വഭാവം തമ്മിലുള്ള താരതമ്യത്തിലൂടെ തുടങ്ങാം. തീർച്ചയായും. അല്ല, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു പുരുഷോത്തമൻ അദ്ദേഹം ചോദിച്ചു എവിടെ നിന്ന് കടമെടുക്കുമെന്ന്. അപ്പോൾ എവിടുന്ന് കടമെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ കരുതൽ നിക്ഷേപത്തിൽ നിന്നും 9 ലക്ഷം കോടി കടമെടുക്കാൻ ശ്രമിച്ചത് ഓടിയത്. അതിന്റെ പശ്ചാത്തലം അതാണ്. അതിരിക്കട്ടെ, നമുക്കിതിലേക്ക് വരാം, ഈ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ കാണേണ്ടത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ഫിലോസഫി ഉണ്ട്. ഒരു ഫിലോസഫി ഉണ്ട് എല്ലാ ബഡ്ജറ്റുകൾക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഡ്ജറ്റിന് ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൽ നിന്നും ഒരു നവകേരള നിർമ്മാണം അല്ലെങ്കിൽ നവകേരള സൃഷ്ടിയായിരുന്നു നമ്മുടെ ബഡ്ജറ്റിന്റെ ഫിലോസഫി. അതാണ് അതേ ഡയറക്ഷനിലും അതേ നിർദ്ദേശങ്ങളോട് കൂടിയാണ് അത് വന്നത്. എന്നാൽ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ അതല്ല അതിന്റെ ഫിലോസഫി. അതിന്റെ ഫിലോസഫി ഒന്നേ ഉള്ളൂ. ആ ഒന്നേ ഉള്ളെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രസക്തി ആരും കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ 1-2 പരിമിതികൾ കേന്ദ്ര ധനമന്ത്രിക്ക് ഉണ്ടായി. കാരണം ഇത് ഇടക്കാല ബഡ്ജറ്റാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അവതരിപ്പിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ജനങ്ങളുടെ കൈയടി നേടുക, അത്യാവശ്യം വോട്ട് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രമാണ് നമ്മളിതിൽ കാണാൻ കഴിയുക. നമുക്ക് ഓരോന്നായിട്ട് അത് പരിശോധിക്കാവുന്ന സംഗതി തന്നെയാണ്. ഇപ്പോൾ ആകെ മൊത്തം ഇപ്പോൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് ഉയർന്നു വന്ന കർഷകരുടെ പ്രശ്നത്തെ നേരിടാനായിരിക്കാം. അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിന് തന്നെ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദരിദ്ര കർഷകർക്കാണ് ആ സ്കീമിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത്. മാർജിനലായിട്ടുള്ള സ്മാൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയുന്നത് ദരിദ്ര കർഷകർക്ക് അതിന് ഇൻകം ലിമിറ്റ് ഉണ്ട്, ഏറിയ ലിമിറ്റ് ഉണ്ട്, പരിമിതിയുണ്ട്. അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത്. അത് ഒഴികെ നമ്മൾ നോക്കുമ്പോൾ അതല്ലാതെ നമ്മൾ നോക്കിയാൽ കർഷകർക്ക് വേണ്ടിയിട്ടൊരു സ്കീം പ്രഖ്യാപിച്ചു എന്നതിന് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ മൊത്തം സമ്പദ്ഘടനയ്ക്കും ഈ സമീപകാലത്ത് വിവാദമായ തൊഴിലില്ലായ്മ പ്രശ്നത്തിനും 45 വർഷത്തിനിടയ്ക്കുണ്ടായ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ NSSOന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ സമ്മതിച്ചില്ല.
അവിടെ ഉണ്ടായ വിവാദങ്ങൾ കൊണ്ട് അവിടുന്ന് ഉദ്യോഗസ്ഥർ രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി. റിപ്പോർട്ട് തെറ്റാണെന്ന് നീതി ആയോഗ് പറയുന്നു. നീതി ആയോഗിന്റെ വിദഗ്ധമായ കണ്ടെത്തൽ എന്ന് പറയുന്ന ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, അത് തെറ്റാണെന്നാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ഈ പദ്ധതിയിലുള്ളത്, ഈ വാർഷിക ബഡ്ജറ്റിലുള്ളതെന്ന് സമഗ്രമായി പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം അങ്ങനെ ഒരു സമീപനം ഇതിൽ കണ്ടില്ല എന്നതാണ് ഞാൻ ആദ്യമായി കണ്ട ഒരു കാര്യം. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഓരോന്നായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കുക. ആകെ ഇപ്പോൾ ഉയർത്തി കാണിച്ചത് ഇവിടെ ഇൻകം ടാക്സിന്റെ, ഞാൻ വന്നപ്പോൾ നേരത്തെ കേട്ട ചർച്ച വെച്ച ഇൻകം ടാക്സിന്റെ പരിധി ഉയർത്തിയത് കൊണ്ട് നേട്ടങ്ങളും അതുകൊണ്ടുള്ള ടാക്സ് നെറ്റിലേക്ക് ആൾക്കാരെ കൊണ്ടുവരെടുത്ത ശ്രമം, കഴിഞ്ഞ വർഷം എടുത്ത ശ്രമം വിജയം കണ്ടെന്നും അതുകൊണ്ട് ടാക്സ് കളക്ഷനിലേക്കുള്ള വർധനമുണ്ടായെന്നും പറഞ്ഞിട്ടൊരു വാദഗതി കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് വന്നത്. നമുക്ക് ബഡ്ജറ്റിന്റെ ഫിലോസഫിയെ മൊത്തമായി പരിശോധിച്ചാൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം, ഇന്ത്യയിലെ ദലിത്, ന്യൂനപക്ഷ, പട്ടികജാതി, പട്ടികവർഗത്തിന് അടക്കമുള്ള എല്ലാവർക്കും എന്താണ് പറഞ്ഞത്? ഈ പ്രസംഗത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ പശു സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്, മൃഗസംരക്ഷണം, പശുവിന്റെ ഉണ്ട്, പശു സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ചെയ്തോട്ടെ പ്ലീസ്. പശു സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ഗോ സംരക്ഷണ നിധിയോ മറ്റോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ രാഷ്ട്രീയ കാമധേനു ആയോഗ്, ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർക്കേണ്ടത് സൽമാൻ റുഷ്ദി നടത്തിയ ഒരു കമന്റാണ്. ഇന്ത്യയിൽ ദളിതനായി, മുസ്ലിമായി, സ്ത്രീയായി ജനിക്കുന്നതിൽ ഭേദം പശുവായി ജനിക്കുന്നതാണ് എന്ന് ആ കമന്റാണ്. അപ്പൊ ഇപ്പോഴും അത് തന്നെയാണ് ഒരു ദേശീയ ബഡ്ജറ്റിൽ. ഇത് മറ്റ് രാഷ്ട്രത്തിലെ ജനങ്ങളൊക്കെ കേട്ടാൽ ചിരിക്കും. അതായത് ഒരു തുള്ളി പാല് കാണാൻ, പശുവിൻ പാല് കാണാൻ ഭാഗ്യമില്ലാത്ത കോടിക്കണക്കിന് കുട്ടികളുള്ള ഭാരതത്തില് അത് ആ കുട്ടികളെ പാല് കുടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്കീം ഗവൺമെന്റ് പറയുന്നതെങ്കിൽ വേണ്ടില്ല എങ്കിൽ അത് ആദ്യത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എരുമയാണ് കൂട്ടേണ്ടത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാല് എരുമയാണ്. അതെ, വിപ്ലവത്തിന്റെ അടിസ്ഥാനം എരുമയായിരുന്നു. അതെ, എരുമ. അത് തന്നെ. അപ്പൊ എരുമ വിപ്ലവം ഇപ്പോഴും കൊണ്ടുവരാം, അല്ലെ പശു വിപ്ലവം. അത് പാല് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇതങ്ങനെയല്ല. പശുക്കളായിട്ട് സംരക്ഷിക്കുക, അവർക്കൊരു ഡിവൈൻ ഇത് കൊടുത്തിട്ട്. കേരളത്തിൽ മാത്രമേ ഈ ഒരു സംരക്ഷണ, ഒരുപക്ഷെ മറ്റു പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, പിന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ കാർഡ് അത്ര പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെ പശുവിന് പ്രാധാന്യം കൊടുത്തുകൊള്ളട്ടെ, നമുക്കതിന് വിരോധമില്ല. പക്ഷെ ഇത് ആദ്യ ബജറ്റ് മുതൽ ഇപ്പോൾ പറഞ്ഞില്ലേ, താങ്കൾ പറഞ്ഞില്ലേ, കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ. ഈ കർഷകരെ ആദ്യ ബജറ്റിന്റെ സമയത്ത് നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വന്നപ്പോഴും ഇതുപോലെ കർഷകരോട് ഒരുപാട് വാഗ്ദാനങ്ങൾ, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ കർഷകർക്ക് കൊടുത്തിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഒന്നെങ്കിലും പാലിക്കാൻ ആ ഗവൺമെന്റ് 5 വർഷം കൊണ്ട് ശ്രമിച്ചതിന് ശേഷമാണ് അവസാനം ഒരു കൊട്ടിക്കലാശം എന്ന രീതിയിൽ ഇതുപോലെ ഒരു പുറത്ത് കയറി എന്നുള്ള പ്രസംഗം നടത്തിയിരുന്നത് എങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇതങ്ങനെ ഒന്നുമില്ല. ഇത്രയും കാലം അവരെ തമസ്കരിച്ചു. അവർക്ക് കൊടുക്കേണ്ടതോടുകൂടി മറ്റ് പല കോർപ്പറേറ്റ് ബോഡീസിനുമായിട്ട് വീതം വെച്ചു കൊടുത്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയതേ ഉള്ളൂ ഇവിടുന്ന്. അതായത് 1% പേരുടെ കയ്യിലാണ് 77% ഇന്ത്യയുടെ ഇൻകം. അത് തന്നെ ഓക്സ്ഫാം പറഞ്ഞിരിക്കുന്ന 2014 അതായത് മൻമോഹൻ സിംഗ് വിട്ടൊഴിയുന്ന സമയത്ത് 1% പേരുടെ കയ്യിൽ 48% ഇൻകമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് 77 1%. അത്ര വലിയ ഇൻകം ഡിസ്പാരിറ്റി 5 വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞ മോദി ഗവൺമെന്റ് ഭരിച്ചത് മുഴുവനും കോർപ്പറേറ്റ്സിന് വേണ്ടിയാണ് എന്ന് അംഗീകരിക്കുക. അത് മാത്രമല്ല, പാർട്ടി ഫണ്ട് നോക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ഒരിക്കൽ അത് ഹിന്ദു സർവേയിൽ വന്നതാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയോ മൾട്ടിപ്പിൾസ്, കോൺഗ്രസിനൊക്കെ 80 കോടിയോ മറ്റേ ദേശീയ തലത്തിൽ അവരുടെ പാർട്ടി ഫണ്ട് ഉള്ളത്. അതേ സമയത്ത് ഇവർക്ക് അങ്ങനെയല്ല, വളരെ കൂടുതൽ 380 300 അങ്ങനെ എങ്ങാണ്ട് ഒരു എമൗണ്ട് ആണെന്ന് തോന്നുന്നു. അതോ അതിലും കൂടുതലോ ഞാൻ കുറച്ച് മുമ്പ് വായിച്ചു. അപ്പൊ എങ്ങനെയാണ് അതിപ്പോ അത് അന്നത്തെ കാര്യം. ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുന്ന കാരണം ഇവരുടെയൊക്കെ പാർട്ടി ഫണ്ട് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ആ പാർട്ടി ഫണ്ടിലേക്ക് കനത്ത സംഭാവനകൾ വന്നു വീഴണമെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. ആ ട്രിക്കൊക്കെ ഇവർക്കറിയാം. ഞാനൊരു സന്യാസിയാണ്. എനിക്ക് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തോടൊക്കെ ബഹുമാനം തോന്നാനുള്ള ഒരു കാരണം, അദ്ദേഹം മൻ കി ബാത്തിന്റെ വേളയിൽ ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു സന്യാസി, കാര്യം നടക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും. അപ്പൊ ഈ സന്യസ്ത മനസ്സുള്ള മനുഷ്യൻ ഇന്ത്യക്ക് വേണ്ടി
വാദിക്കുന്നു എന്നാണ് അന്ന് ഞാൻ ധരിച്ചത്. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കി സന്യസ്ത മനസ്സൊന്നും അല്ല, ഏകാധിപതിയുടെ മനസ്സും ഏകാഗ്രതയുമാണ് ആ മനുഷ്യനുള്ളത്. ഭരണത്തിൽ ഒരു പക്ഷെ പറ്റുകയാണെങ്കിൽ മരണം വരെ പിടിച്ചു നിൽക്കണമെന്ന ആഗ്രഹം. ടീച്ചറിന് കുറച്ച് നിഷ്കളങ്കതയും കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം ഗോദ്രയും അതിനുശേഷമുള്ള കലാപങ്ങളും അദ്ദേഹത്തിന്റെ പൂർവ്വ രാഷ്ട്രീയമൊക്കെ പരിശോധിച്ചാൽ അല്ല, പൂർവ്വരാഷ്ട്രീയം സന്യാസിയാണെന്ന് തോന്നുന്നു. അല്ല, പൂർവാശ്രമത്തെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. മറ്റേ ഗോദ്ര സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ജീൻ റീസും അമർത്യ സെന്നും കൂടി എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മനോരമയുടെ എന്താണ് കർഷകശ്രീ നടത്തിയ ഒരു സ്റ്റഡി, അത് ഞാനാ നടത്തിയത് അവർക്ക്. അപ്പൊ പറഞ്ഞു കണ്ടുപിടിച്ചത് എന്താണെന്നറിയാം, വെറും 4 മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് ഗുജറാത്തിന്റെ കൃഷി മുഴുവനും. എന്ന് വെച്ചാല് കർഷകർക്ക് അവർ വിത്തും വളവും കൊണ്ടേ കൊടുക്കും, കർഷകർ കൃഷി ചെയ്യും, അവരതിന്റെ ഫലം എടുത്തുകൊണ്ട് പോകും. കർഷകർ എന്നും പട്ടിണിയിൽ. അത് നടത്തിയിരുന്നത് ഈ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഉള്ള കാലത്താണ്, മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. അപ്പോ ഈ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, അതായത് അതാണല്ലോ ഇന്ത്യയുടെ കാര്യത്തിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയെ വികസിപ്പിക്കാം, അതാണ് എപ്പോഴും അമേരിക്കയുമായിട്ടുള്ള കമ്പാരിസൺ. അമേരിക്ക 1ാം GDP ആണെങ്കിൽ ഇന്ത്യ 6th GDP. അപ്പോൾ ആരും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതായത് ഇന്ത്യയുടെ GDPയും അമേരിക്കയുടെ GDPയും തമ്മിൽ താരതമ്യം ചെയ്താൽ 7.3 ടൈംസ് ഹയർ ആണ് അമേരിക്കയുടെ GDP. നമ്മുടെ GDPയേക്കാൾ 7.3 ടൈംസ് ഹയർ ആണ് അമേരിക്കയുടെ GDP. എന്നിട്ടാണ് ഒരു നാണവും ഇല്ലാതെ കമ്പാരിസൺ നടത്തുന്നത്. 6ാം സ്ഥാനത്ത്. അത് മാത്രമല്ല വേറൊന്നും കൂടെ, അമേരിക്കയുടെ പോപ്പുലേഷൻ എത്രയാണ്, ഇന്ത്യയുടെ പോപ്പുലേഷൻ അതാണ് 33 കോടിയും 135 കോടിയും തമ്മിലാണ് ഇത് പങ്കിടേണ്ടത് ഈ GDP. അതൊന്നും പറയാതെ അത് എത്ര ഒരു ജാള്യതയും ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇവർക്ക്. മുമ്പിലുള്ളവൻ മണ്ടനാണെന്ന് കരുതി പ്രസംഗിക്കണമെന്നാണ് പ്രസംഗ കലയെ പറയുന്നത്. അത് തന്നെ ചെയ്യുന്നത്. അല്ല, ഒരു ബാങ്കിങ് നേരത്തെ കൂടെ നമ്മൾ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് ബാങ്കിങ് സെക്ടറിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ധനമന്ത്രി ഒരു വാചകം പറഞ്ഞു, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ അറിയാമോ, ബിഗ് ബിസിനസ് ഓണേഴ്സ് have to either repay or exit. എന്ന് വെച്ചാൽ ബിഗ് ബിസിനസ് ഓണേഴ്സിന് പണം ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞ രാജ്യം വിട്ടുപോക്കണോ? രാജ്യം വിട്ടുപോയല്ലോ. അങ്ങനെ അതിനകത്ത് സെൻസ് ഇല്ല. രാജ്യം വിട്ടുപോകണമെന്ന് മാത്രമല്ല, എക്സിറ്റ് ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകണമെന്നാ. അല്ല, അവർ പണം ബാങ്കിൽ നിന്ന് വാങ്ങിയെടുത്തു. പക്ഷേ അത് രാജ്യം തന്നെ വിട്ടുപോയല്ലോ. അല്ല, അത് രാജ്യം വിട്ടുപോയി. പക്ഷെ അതിനൊരു ടെക്നിക്കൽ സെൻസ് ഉണ്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞ് അതിനാണ് IBC കോഡ് കൊണ്ടുവന്ന് പാസ്സാക്കിയത്. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യക്ക് കൂടുതൽ സ്ഥാനം കിട്ടാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് IBC, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പാസ്സാക്കിയത്. ഈ കഴിഞ്ഞ 2018 18 ആരംഭത്തിലോ 17 അവസാനമാണോ ആ ബില്ല് പാസ്സാകുന്നത്. IBCയിൽ എന്താണ് പറയുന്നത്, ഇങ്ങനെ വരുന്ന ഇൻസോൾവൻസിയിൽ വരുന്ന കമ്പനികളെ അതിന്റെ ഒരു റെസൊല്യൂഷൻ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു. അപ്പൊ ഈ റെസൊല്യൂഷൻ കോർപ്പറേഷന് വിട്ടു കൊടുക്കുന്നു ഈ കിട്ടാക്കടങ്ങൾ മുഴുവനും. ആ കിട്ടാക്കടങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതല്ല, ചിലപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന്റെ പണം എടുത്തു പോലും ആ കിട്ടാക്കടം തിരിച്ചു പിടിക്കും. അതായത് നമ്മള് ബാങ്കിൽ വിശ്വസിച്ചു കൊണ്ടിട്ട പണമായിരിക്കാം ചിലപ്പോൾ ആ കിട്ടാക്കടം ആയിട്ട് തിരിച്ചെടുക്കാനായിട്ട് ഈ കോർപ്പറേഷൻ റെസൊല്യൂഷൻ കോർപ്പറേഷൻ കണ്ടുപിടിക്കുന്ന തന്ത്രം. അതൊക്കെ നമ്മുടെ പ്രേമചന്ദ്രനെ MP പോലെയുള്ളവരും MP രാജേഷും ഒക്കെ പാർലമെന്റിൽ ആ ബില്ലിനെതിരായിട്ട് ശക്തമായിട്ട് വാദിച്ചത് അത് പാസ്സാക്കാതിരിക്കാൻ. കാരണം അത് പാസ്സാക്കിയാൽ നമ്മളെ പോലുള്ള ഡെപ്പോസിറ്റേഴ്സിന് പോലും, ഇന്ത്യയിലെ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് പോലും അപകടമാണ്. പക്ഷേ അവർക്ക് മജോറിറ്റി ഉണ്ടല്ലോ പാർലമെന്റിൽ, അതുകൊണ്ട് ആ ബില്ല് പാസ്സായി പോയി. അപ്പൊ ആ IBC വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ either you pay or you exit. എക്സിറ്റ് ചെയ്യാനുള്ള അവസരം അവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുക. അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ രൂപം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ തീർച്ചയായും നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയതുപോലെ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട കേരള ബജറ്റിന്റെയും ഇന്ന് അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റിന്റെയും സ്വഭാവങ്ങൾ, അതിന്റെ ഫിലോസഫി തന്നെ വ്യത്യസ്തമാകുന്നത് അവിടെ നിന്നാണ്.